എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാ. അത് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചേച്ചി പബ്ലിക് ലൈബ്രറി വരും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഖാലിദ് ഹുസൈനിയാ. പുള്ളിക്കാരന്റെ ബുക്കാണ് ഇപ്പൊ വായിക്കുന്നത്. അല്ല, ഈ പുള്ളി പെയിന്റിങ്ങിന്റെയും വരയുടെയൊക്കെ ആളല്ലേ? പുള്ളി ഇപ്പൊ ബുക്ക് എഴുതി തുടങ്ങി? അയ്യോ, അത് എം.എഫ്. ഹുസൈൻ. ഇത് ഖാലിദ് ഹുസൈനി. ഓ, ടൂ മെനി ഹുസൈൻസ്. ബുക്ക് വായനയില്ലല്ലേ? ഞാൻ ഈ മ്യൂസിക്കിന്റെ ആളായോണ്ടേ ഇവരായിട്ടൊന്നും വലിയ ടച്ചില്ല, അതാ. ഓക്കെ ഓക്കെ. പുള്ളിന്റെ ബുക്സിന്റെ റിവ്യൂ ഒക്കെ നെറ്റിൽ തപ്പിയാ കിട്ടും, വായിച്ച് പഠിക്കണം. സിമ്പിൾ. ഖാലിദ് ഹുസൈനി. ഹേയ്, നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മ കറക്റ്റായിരുന്നു. ഈ ഖാലിദ് ഹുസൈനയുടെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഓവറേറ്റഡ് റൈറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഈ ദുരന്തവും സെൻറ്റിമെൻസും. ഈ റൈറ്റിംഗ് അത്ര പോരാ അല്ലേ? അത് ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും വേണം. അതെ, ഓരോരുത്തരെ കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ. അല്ല, അതാണ് അയാളുടെ വിജയം. സോറി, കോള്. ഹലോ എടാ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. എം.എസ്. സുബ്ബലക്ഷ്മിയുടെ കീർത്തനല്ലേ ഇപ്പൊ കേട്ടത്? അതെ. അവരുടെ ഫാനാ? അയ്യോ, എം.എസ്. സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എം.എസ്. സുബ്ബലക്ഷ്മി മാമിന്റെ വലിയൊരു ഫാനാ ചേച്ചി. ഓഹോ, സുബ്ബലക്ഷ്മി ഫാനാ? അടിപൊളി. സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. ഓ, ആയിക്കോട്ടെ. നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാമിന്റെ കീർത്തനം റിൻഡോൺ ആക്കിയിരുന്നു. ഓ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമിന് ഞാൻ വിളിക്കാം. അത് കലക്കി. പതുക്കെ പതുക്കെ സംസാരിച്ചങ്ങ് പരിചയപ്പെടാം. മ്യൂസിക്കിന്റെ അടുത്ത് പേടിക്കണ്ട, എന്ത് ചോദ്യം വന്നാലും ഞാൻ വെട്ടിയിടും. നമ്മുടെ ഏരിയ. പിന്നെ ഓവർ ആക്കരുത്, പതുക്കെ പതുക്കെ നല്ലോണം സംസാരിച്ചോണം. പിന്നെ കോമഡി ഒക്കെ പറയാം. അല്ല, കോമഡി അറിയാമോ? കോമഡി വല്ലപ്പോഴൊക്കെ ചിരിയിട്ടാറുണ്ട്. വേണ്ട, വെറുതെ എങ്ങ് ഇരുന്നാ മതി. ബാലുക്കാരുടെ കാട്ടിൽ ദാദ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അതിലെ കിട്ടുമുയിലിന്റെയും പിങ്കിക്കൊരങ്ങിന്റെയും സൗണ്ട് നല്ല രസമുണ്ട്, നല്ല സ്വീറ്റ് വോയിസ് അങ്ങനെയൊക്കെ പറയുന്ന തള്ളു. അല്ല, ഈ കോരങ്ങന്റെയും കരടിയുടെയൊക്കെ സൗണ്ടേ ക്യൂട്ടാന്നൊക്കെ പറഞ്ഞെനിക്ക് വട്ടാന്ന് വിചാരിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഈ കിട്ടുമുയിലിനും പിങ്കിക്കൊരങ്ങിനും ഒക്കെ ഡബ് ചെയ്യുന്നത് ആരാ? ആദ്യേച്ചിയല്ലേ? അത് ഞാൻ പറയാം. കാര്യം അല്ലേലും ആദ്യയുടെ സൗണ്ട് ഭയങ്കര ക്യൂട്ടാ. എടി, എന്റെ ഫോൺ എടുത്തോ? നീ ബാഗിലൊന്നും നോക്കട്ടെ. ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബാഗ്. ഗൂഗിൾ മാപ്പ്. വീണ്ടും നമ്മള് കൊറേ പ്രാവശ്യമായി കാണണല്ലേ. ഞാനൊരു ഫ്രണ്ടിന്റെ ഓഫീസ് തപ്പി ഇറങ്ങിയതാ. ഈ ഗൂഗിൾ മാപ്പ് ചുറ്റിച്ച് കളഞ്ഞത്. ഈ കുട്ടികളുടെ കാർട്ടൂൺ എപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇതിൽ ഈ കിട്ടുക്കുരങ്ങും പിങ്കുമുയിലൊക്കെ സംസാരമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. അതെ അതെ, നാച്ചുറലോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഉദ്ദേശിച്ചത്. ശരി എന്നാ. അതെ, നമ്മള് അവിടെ ഇവിടെയൊക്കെ വെച്ച് വളരെ കോയിൻസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യണ്ടല്ലോ. എല്ലാവരും നിമിത്തമായിരിക്കും അല്ലേ? നിമിത്തോ? അത് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ശരിന്ന്. ബാലുക്കരടി സംഭവം ഏകദേശം 80% ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ്റെ ഇല്ലല്ല. എനിക്കും തോന്നി. ഇനി ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. അതെ, പറയണം. എന്നാലും എനിക്കൊരു പേടിയേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നൊരു പേടി. പറയുന്നൊന്ന് കേക്ക്.
ഇനി ചേട്ടൻ ചേച്ചിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യണം. ചെയ്യോ? സിമ്പിൾ. ചെയ്യാലേ? ചെയ്യണം. ഭയങ്കര ടെൻഷനിലാണല്ലോ. ഏയ്, എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. ഈ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണോ? ആ, ചിക്കൻ എനിക്ക് ഇഷ്ടം. ആണല്ലേ? നോൺ വെജ് എല്ലാം നന്നായിട്ട് കഴിക്കും. ഓ, പക്ഷെ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്താ? തടി കുറച്ച് കൂടുതലാ. ഏയ്, ഇത് കറക്റ്റ് അല്ലേ? ആണോ? ആ, എനിക്കിങ്ങനെ ഇത്തിരി തടിയൊക്കെ ഉള്ളതാ ഇഷ്ടം. അതെ, ഞാൻ അത്യാവശ്യം ഈ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. എന്നാൽ ഈ കൂടുതൽ ഇഷ്ടം ഏത് വെറൈറ്റി ഫുഡാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ആണോ? ഫുഡ് ഇഷ്ടമില്ലാത്ത ആരാളേ? അതല്ല, അതെ ഈ ഫുഡിനോടൊക്കെ താല്പര്യമുള്ള, പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊരു പെൺകുട്ടീനെ ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഇതാവുമ്പോൾ ഫുഡിനോടും താല്പര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമല്ലോ. നല്ലതല്ലേ? എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാ. അത് ഹലോ. ആ, പാളി. പാളിയോ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ലെന്ന്. പൊളിഞ്ഞോ? പൊളിഞ്ഞു. അതെ, ഇയാൾക്ക് ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ആ, ഞാൻ 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 ഇനി എന്തെങ്കിലും വേണം? എല്ലാവർക്കും പോമഗ്രാനൈറ്റ് ജ്യൂസ് മതി. പോമഗ്രാനൈറ്റ് പിസ്താഷ്യേക്കും മതി. പിസ്താഷ്യേക്കും നല്ലതാണ്. പോമഗ്രാനൈറ്റ് കഴിക്കുക, അതാ ബ്ലഡിന് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ അത് മതി. അതെന്താ ഇർഫാനെ നീ ജാസ്മിൻ പറഞ്ഞപ്പോ ഓർഡർ മാറ്റിയേ? ബ്ലഡിനല്ലേ, അതുകൊണ്ടാ. ലവ് ഒക്കെ എങ്ങനെ പോകുന്നേട്ടാ? ലവ് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഇപ്പഴാ എനിക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയത്. ഇപ്പൊ ഒരു മനസ്സമാധാനം ഉണ്ട് എനിക്കും. എന്നാലും ഞങ്ങളെപ്പോ കാണുമ്പോഴും ആദ്യേച്ചിക്ക് അച്ഛമ്മളുടെ കാര്യം പറയാൻ മാത്രമേ സമയം. അല്ലെങ്കിലും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ ആദ്യം എനിക്ക് ഫ്രീഡം തന്നില്ല, അതല്ലേ പ്രോബ്ലം. അതിപ്പോ നമ്മൾ സോൾവ് ചെയ്തല്ലോ. പക്ഷെ ഫുൾ ഫ്രീഡം കിട്ടണമെങ്കിൽ ആദ്യം ചേട്ടൻ വേഗം കിട്ടിപ്പറ്റും. അത് നമ്മളെല്ലാവരോടും സഹകരിച്ച വേഗം നടത്താം. ചേട്ടാ, കല്യാണത്തിന് സദ്യ വേണ്ട കേട്ടോ, ബിരിയാണി മതി, അതാ നല്ലത്. ഓ, എടാ നീ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് അവസാനം വല്ല കൊളസ്ട്രോളും വരുത്തി വെക്കും. അങ്ങനെയാണെങ്കിൽ സദ്യ മതി. നിനക്ക് ബിരിയാണിയെ മനസ്സിലായി. താങ്ക് യു. കുറെ നാളുടെ ശേഷം അക്ഷരയ്ക്ക് ഒരു പ്ലസന്റ് ശരി, കുറച്ച് ഫ്രീഡം കിട്ടിയതിന്റെ സന്തോഷം. എനിക്കും.